നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രിയേഷൻസ്. ബാക്ക്ഗ്രൗണ്ട് കുറച്ച് പ്രശ്നം, ക്ഷമിക്കണം. അപ്പോൾ നമ്മളിത് കുറച്ച് ക്രീപ്പി ആയിട്ട് ചിന്തിച്ചിരിക്കുകയാണ്. എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരേ ഒരു ഗോസ്റ്റ് സ്റ്റോറി. അപ്പം നമ്മൾ അതിന്ന് പറയാൻ പോവാണ്. എല്ലാവരും റോഡ് ടു 50 സബ്സ്ക്രൈബേഴ്സാണ്. നമ്മൾ എല്ലാവരും അടിച്ച് സബ്ബടിക്കുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക, ഇങ്ങനെയല്ലേ ഇരിക്കണം. മറ്റാരും ഷെയർ ചെയ്യുക, കമൻറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഇന്ന് തന്നെയാണ് അവസാനം പറഞ്ഞിട്ടേ വരാം. ഈ ഒരു സംഭവം എനിക്ക് അമ്മ കഴിഞ്ഞ മെനിയാന്ന് തോന്നുന്നു കാണിച്ചു തന്ന ലേസറാണ് സംഭവം. ഇതിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ മറ്റേ ഇത് ലേസറുണ്ട്, പിന്നെ ഇതിൽ ടോർച്ചുണ്ട്. ഈ റെഡ് ലൈറ്റ് ടോർച്ചും ബ്ലൂ ലൈറ്റ് ടോർച്ചും പിന്നെ ഈ ബ്ലിങ്ക് ആ റെഡും ഇതും കൂടെ, ആ റെഡും ബ്ലൂവും കൂടെ കത്തുന്ന ഒരു ടോർച്ചുണ്ട്. അപ്പോൾ ഇതാണ് ഇതിലുള്ളത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇരുട്ടത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ റെഡ് ടോർച്ച് എടുത്താൽ മറ്റേ ഫ്ലെയർ പോലെയാണ്, നന്നായിട്ട് കാണാൻ പറ്റും. പക്ഷെ ടോർച്ച് അടിച്ച് നടക്കുമ്പോൾ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നീല കളറാണ്. അമ്മ ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക്. ഇപ്പം ഞാൻ ഇതിലോട്ട് നോക്കി. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. പിന്നെ രണ്ടിൻ്റെ കൂടെയും ലേസർ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഞാൻ ലേസർ അടിച്ച് കയറ്റി തരാം. ഓക്കെ, അപ്പം ഇതാണ് സംഭവം. ഇതിൽ ഇരുട്ടത്ത് കാണാൻ പറ്റുന്ന ഈ ഒരു ബ്ലൂ ലൈറ്റാണ്. ഐ മീൻ ടോർച്ചിന് വേണ്ടി നല്ലത് ഇതാണ്. മറ്റേ ഫ്ലെയർ ഇങ്ങനെ ആൾക്കാരെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൈറ്റാണ് കൊള്ളാവുന്നത്. ഇതിലൊട്ടും കൊള്ളില്ലാത്തതാണ് ഈ ഒരു സാധനം. പക്ഷേ ഇങ്ങനെ ഫാഷന് വേണ്ടി ഇങ്ങനെ കത്തിച്ചുകൊണ്ട് കിടക്കും. ഓക്കെ, അധികം വെട്ടമൊന്നും ഇല്ലെങ്കിലും കൊള്ളാം സാധനം, നല്ല രസമാണ് സാധനം. പിന്നെ നല്ല വെളിച്ചമാണ്, ഇരുട്ടത്തൊക്കെ സൂപ്പർ സാധനമാണ്. പിന്നെ റേഞ്ചും ഉണ്ട് അത്യാവശ്യം നല്ലതായിട്ടാണ്, സൂപ്പർ സാധനമാണ്. ഇറ്റ്സ് നോട്ട് എ പ്രൊമോഷൻ. ഓക്കെ, അപ്പോൾ 50 രൂപയ്ക്ക് കിട്ടിയൊരു സാധനമാണ് ഇതമ്മ ഞാൻ പറഞ്ഞിരുന്നു, വാങ്ങിച്ചുകൊണ്ട് വന്നു അമ്മ. അപ്പം ഈ ഒരു സാധനത്ത് ഇതിലൊരു ഹുക്കും കൂടെ ഉണ്ട്, ഇതിങ്ങനെ തൂക്കിയിട്ടിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ആക്കാനേ. അപ്പോൾ പറഞ്ഞു വന്നത്, ഞാൻ ഇന്നാണ് നടന്ന സംഭവം. ഇന്നാണ് ഞാൻ ഇങ്ങോട്ടിങ്ങനെ നടക്കുകയായിരുന്നേ. ഇവിടെ റോഡുണ്ട്. ഞാൻ ഈ ലേസറൊക്കെ വെച്ച് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചുമ്മാ കളിക്കുകയാണ്, ആരെയൊക്കെയോ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്തിരുന്നു. അയ്യോ എന്ന് പറഞ്ഞ് ഈ ഇവിടുത്തെ ബെഞ്ചിൻ്റെ ഇടയിലൊക്കെ കയറി വിളിച്ച് ഇന്ന് റോഡിലൊക്കെ പോയി ഫുള്ള് കറങ്ങി കേട്ടു. ആ സമയത്താണ് നടന്ന കാര്യം എന്താ വെച്ചാൽ, ഞാനാണെങ്കിൽ അവിടെ നിന്നപ്പോഴത്തേക്ക് ആരോ ഇങ്ങനെ അവിടെ തൊട്ടടുത്തൊരു വാഴ കൃഷി പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. അപ്പുറത്തേക്ക് അവിടെ നിന്ന് എന്തോ ഈ ജനാല ഇങ്ങനെ തുറന്ന് അടയ്ക്കണം. തൊട്ടടുത്ത് വീടൊക്കെ ഉണ്ട്, തൊട്ടടുത്ത് തന്നെ ഉണ്ട്. പക്ഷെ വാഴത്തോട്ടത്തിൽ നിന്നാണ് നമ്മുടെ 2-3 മാസമായിട്ട് ആരോ അവിടെ റെയിൽവേ നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, പത്രം വായിച്ചതിനായി കേട്ടിട്ടുണ്ടോ, ന്യൂസിൽ വന്നോന്ന് എനിക്കറിയില്ല. ഞാൻ ന്യൂസ് കാണാറുണ്ട്, അറിഞ്ഞൂടാ. പത്രത്തിൽ വന്നിരുന്നു. പത്രത്തിൽ പൂജപ്പുരയിലാണ് ഞാൻ താമസിക്കുന്നത്. പൂജപ്പുര ക്ലിയർ സ്ഥലം പറയുന്നില്ല. അതിൻ്റെ അടുത്തായിട്ട് ആരൊക്കെ മരിച്ചിരുന്ന ഒരു അങ്കിള്. ആ അങ്കിള് റെയിൽവേ പാളത്തിൽ വീണാണ് മരിച്ചത്. വീണല്ല, ആത്മഹത്യ ചെയ്തതെന്നാണ് അറിയാൻ സാധിച്ചത്. ആ വീട്ടിൻ്റെ തൊട്ട് മുമ്പിൽ നിന്നാണ് ശബ്ദം. ഫോണൊന്ന് വീണോയി, സോറി. അപ്പം ആ വാഴത്തോട്ടത്തിൽ നിന്ന് ശബ്ദം, ജനൽ തുറത്തും അടയ്ക്കും. അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ കത്തിച്ച് അങ്ങോട്ട് എന്തോന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇതങ്ങ് ഓട്ടോമാറ്റിക്കലി അണഞ്ഞു. ഞാൻ ഇത് കത്താത്ത നോക്കിക്കൊണ്ട് ടപ്പനൊറ്റ അടയിൽ ഏത് ജനലാണെന്ന് അറിഞ്ഞൂടാ, എന്തോ ഒരു ജനലാ കതുവോ എന്തോ ടപ്പനങ്ങടഞ്ഞു. ഞാൻ ഒറ്റ ഓട്ടം വീട്ടിലോട്ട്.
പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റെ നാട്ടിൽ ഞാൻ ഉടുപ്പ് തന്നെ ഇട്ടേക്കണം. ഫുള്ള് കീറി പറഞ്ഞ് ഉണ്ട്. ഞാൻ വന്നപ്പോൾ പേടിച്ച് വേർത്തിരിക്കുകയായിരുന്നു ഞാൻ, സത്യം പറഞ്ഞു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയാണോ, അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജനലിലോട്ടൊക്കെ നോക്കണം. അപ്പം എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം എല്ലാവരും സബ് അടിച്ച് ലൈക്ക് അടിച്ച് ഫുള്ള് സപ്പോർട്ടാണ്.